ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിടണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത് എൻ്റെ പാത്രങ്ങളാണ് കേട്ടോ. ഞാൻ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളാണ്. രാത്രി വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ രാവിലെ ഇത് എടുത്ത് വെക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കട്ടനിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഏലത്തേയിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എടുക്കുന്ന സ്പൂണിൽ ഒരു 3/4 സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. ഏലത്തേയില ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് തിളയ്ക്കണം, എന്നാൽ മാത്രമേ അതിൽ ഉള്ള കടുപ്പം വരുള്ളൂ. പിന്നെ രാവിലെ ഞാൻ ചമ്മന്തിയും ദോശയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടി തേങ്ങ ചിരകി വെച്ചിരുന്നതിൽ ഒരു നുള്ളു ജീരകം, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉള്ളിയില്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക് അതും കൂടെ ഇട്ട് നല്ലവണ്ണം അരച്ചെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി എൻ്റെ ഇല്ല, സവാളയാണുള്ളത്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തത്. ഉള്ളി മൂത്തതിന് ശേഷം ഞാൻ അരച്ച് വെച്ചിരുന്ന അരപ്പിനെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഉപ്പുകൂടെ ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിനെ വാങ്ങി വെച്ചു. പിന്നെ ഞാൻ അതിന് മുമ്പ് ഞാൻ കട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തിളച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കട്ടൻ കുടിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. കട്ടനാണല്ലോ നമുക്ക് എനർജി തരുന്നത്. രാവിലത്തെ ഒരു കട്ടൻ കുടി അതൊരു ശീലമാണ്. പിന്നെ ആ സമയത്ത് മോനെ എഴുതിപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവനോടൊപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇന്നലെ അരച്ച് വെച്ച മാവാണ്, നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് തവിയിട്ട് ഇളക്കുകയാണ്. ഇത്തിരി കട്ടിയുള്ള തവി ഉപയോഗിച്ചാണ് ഞാൻ ഇളക്കുന്നത്. നല്ല കട്ടിയായിരുന്നു കേട്ടോ, ഇത്തിരി പാടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വേറൊരു പാത്രത്തിൽ ഒഴിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ബീട്രൂട്ട് തോരനും പിന്നെ പയർ മെഴുക്ക് പുരട്ടിയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലത്തെ രസം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇത് മാത്രം ആക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് കൊത്തി അരിയുന്നുണ്ട്. ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സവാളയുടെ പകുതിയും കൂടെ എടുത്ത് നല്ലവണ്ണം അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും ആ ചമ്മന്തി ഒഴിച്ച് മാറ്റിയിട്ട് ആ പാത്രം തന്നെയാണ് ഞാൻ കഴുകി എടുത്ത് വച്ചേക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് അടച്ചു വെച്ച് കൊടുത്തു. ഞാനിവിടെ കുറച്ച് പയർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി. അതിനെ ഇനി അരിഞ്ഞെടുക്കണം. മെഴുക്ക് പുരട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ട് നേരത്തെ അരിഞ്ഞതിൻ്റെ പകുതി സവാള ഉണ്ടായിരുന്നു, അതും കൂടെ ഇതിനോടൊപ്പം അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ദോശ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കല്ലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ദോശമാവ് കോരി ഒഴിക്കുകയാണ്. അതുമല്ല ചേട്ടനും പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഒരടുപ്പിൽ തോരനും ഒരടുപ്പിൽ ദോശയായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരികെ വെച്ചതിൽ കുറച്ച് ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇനി ഇത് അടച്ച് വയ്ക്കില്ല, ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. നല്ലോണം ചൂടാക്കി എടുക്കുകയുള്ളൂ. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കും കേട്ടോ, അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കാറില്ല. ഈ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം അരപ്പിട്ടിട്ട് ഞാൻ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെയാണ് അതിനെ വേവിച്ചെടുക്കുന്നത്. അരപ്പൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മാത്രം മതിയല്ലോ. പിന്നെ അതിനെ എടുത്ത് വാങ്ങി അങ്ങ് വെച്ചാൽ മതി. ഞാൻ ബാക്കി അവിടെ ഇരുന്ന 2 ബോട്ടിൽസൊക്കെ എടുത്ത് അങ്ങ് വയ്ക്കുന്നുണ്ട്. വച്ചാലും വീണ്ടും എടുക്കണം. ഞാൻ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്കിലും അത്രയും സ്ഥലം ഒഴിയുമല്ലോ, അതുകൊണ്ട് ഞാൻ അപ്പോഴെടുത്ത് അങ്ങ് വെച്ചതാണ്. പിന്നെ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒന്ന് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് അടുത്ത് ഞാൻ മെഴുക്ക് പുരട്ടിന് അരിഞ്ഞ് വെച്ചതും കൂടെ എടുത്ത് തട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട് അതും കൂടെ അടച്ചു വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ ഇതവിടെ തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനെ വേറൊരു പാത്രത്തിലേക്ക് കോരി വയ്ക്കുകയാണ്. പിന്നെ രാവിലത്തെ കാപ്പിക്ക് ഇവിടെ പപ്പടം പൊരിക്കണം. ഇവിടെ പപ്പടം നിർബന്ധമാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമില്ല, എങ്കിലും ചേട്ടനും മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് ചേട്ടൻ കഴിച്ചിട്ട് അങ്ങ് പോയി. ഇനി ഞാനും മക്കളും മാത്രമേ കഴിക്കാനായിട്ടുള്ളൂ. അതിനിടയ്ക്ക് മെഴുക്ക് പുരട്ടിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു.
ഇവിടെ പാല് വന്നപ്പോഴത്തേക്കും താമസിച്ചു കേട്ടോ, അല്ലെങ്കിൽ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരുന്നതാണ്. 6:45 7 മണിയൊക്കെ ആകുമ്പം വരുന്നതാണ്. ഇന്ന് വന്നപ്പോഴത്തേക്കും 8 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതൊക്കെ വച്ചതിന് ശേഷമാണ് പാല് കാച്ചിയത്. ചായ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റേ ഗ്ലാസ്സിലേക്ക് മോന് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അവന് എല്ലാ ദിവസവും പാല് നിർബന്ധമാണ്, അതുകൊണ്ട് അവന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ പാത്രത്തിൽ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് പൊടിയിട്ട് തിളപ്പിച്ച് ചായക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണിലെ ജോലികളൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഇന്നലത്തെ ചോറ് കുറച്ച് ഇരിപ്പുണ്ട്, അതിനെ തിളപ്പിച്ച് വയ്ക്കണം. കുറച്ച് ചോറേ ഉള്ളൂ, അതെടുത്ത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ തന്നെ എനിക്ക് ഇവിടെ ചോറ് വയ്ക്കണം. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് പറക്കി ഒതുക്കുന്നുണ്ട്. എല്ലാം അതാത് സ്ഥാനത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ടല്ലോ. എല്ലാം പറക്കി ഒതുക്കിയതിന് ശേഷം ഞാൻ പാത്രങ്ങൾ കഴുകാറുള്ളൂ. എല്ലാം പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ബോട്ടിൽസൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് അങ്ങ് വയ്ക്കുകയാണ്. പിന്നെ മിക്സി അരച്ചതിന് ശേഷം ഞാൻ അത് നല്ലവണ്ണം ഒന്ന് തുടച്ച് വയ്ക്കാറുണ്ട്. അതാകുമ്പോഴത്തേക്കും നമുക്ക് എന്നും പുതിയതുപോലെ ഇരിക്കും, ചീത്തയാവില്ല. ഇതിനിടയ്ക്ക് എനിക്ക് മോനെ കൊണ്ടുവിടാൻ വേണ്ടി ട്യൂഷൻ ക്ലാസ്സിൽ പോകണം. ഞാൻ കൂടെ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര പട്ടിശല്യമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനും കൂടെ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് ട്യൂഷന് പോകുന്നത്. പിന്നെ പട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പേടിയാണ്, അതുകൊണ്ട് ഞാനും കൂടെ പോകും. ഞങ്ങൾ രാവിലത്തെ കാപ്പി കഴിച്ചിട്ടില്ലായിരുന്നു. ഇനി കാപ്പിയൊക്കെ കഴിച്ചിട്ട് വേണം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ. ചേട്ടൻ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കഴുകി വയ്ക്കുന്നുണ്ട്. കട്ട് ചെയ്യാൻ ഉപയോഗിച്ച പലക, പിന്നെ പപ്പടം പൊരിക്കാൻ ഉപയോഗിച്ച പപ്പടം കുത്തി, ഈ വക സാധനങ്ങളൊക്കെ ഞാൻ കഴുകി അങ്ങ് വയ്ക്കുന്നുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതാണ് മക്കളെ വീട്ടിലുള്ളത്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് വേറെയും കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നാണ് ബെഡ്ഷീറ്റൊക്കെ കഴുകാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം, അതുകൊണ്ട് ഇന്ന് ഇത്തിരി ജോലിയുണ്ട്. മക്കൾക്കിന്ന് പോകണ്ടെങ്കിലും എനിക്കിന്ന് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് പറക്കി ഒതുക്കി ചെറുതായിട്ടൊന്ന് തുടച്ചിട്ട് ഇനി കാപ്പി കുടിക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒന്ന് ഒതുക്കിയതിന് ശേഷം കിച്ചൺ ഇപ്പം ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ആ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ അത്രയും ഞാൻ രാവിലെ ഉപയോഗിച്ചതാണ് കേട്ടോ. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നതിന് ശേഷം മാത്രമേ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്നുള്ളൂ. മക്കൾക്കും എനിക്കും വേണ്ടിയിട്ടുള്ള പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ചേട്ടൻ്റെ ഗുളിക അവിടെ ഇരിക്കുന്നത് കണ്ട്. ചേട്ടന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ്, അത് എടുക്കാതെ പോയിട്ടുണ്ട്. അത് പിന്നെ ഞാൻ അത് അവിടെ എടുത്ത് വെച്ചു. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ദോശയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ദോശ എടുത്ത് വെച്ച് ചമ്മന്തി ഒഴിച്ച് രണ്ടുപേരും പപ്പടം കഴിക്കും. ഞാൻ പപ്പടം കഴിക്കില്ല, എനിക്ക് അത്ര പോരാ കേട്ടോ. പപ്പടത്തിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഇടയ്ക്ക് ഒന്നൊക്കെ അങ്ങനെ വെറുതെ എടുത്ത് കഴിക്കും എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ ഈ കാപ്പിയുടെ കൂടെ അങ്ങനെ എടുത്ത് കഴിക്കാറില്ല കേട്ടോ. എനിക്കെന്താ പരിപ്പും പപ്പടവും അതും എനിക്ക് അത്ര പറ്റില്ല, അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. മക്കൾക്ക് രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞങ്ങൾ അവിടെ ടി വി ഇട്ടിട്ടുണ്ട്. ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഡാൻസ് കണ്ടിട്ട് ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാമായിരുന്നു, പക്ഷേ അങ്ങനെ കാണിക്കാമോ എന്നുള്ളത് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചു തരാത്തത്. അതുകൊണ്ട് നല്ല ഒരു കോമഡി ഡാൻസ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിരിക്കുന്നത്. ഇതിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇത്രയും പാത്രങ്ങൾ കൊണ്ട് കൂടിയിട്ടുണ്ട്. ഇതിനിയെല്ലാം ഒന്ന് കഴുകി ഒതുക്കണം. ഞാൻ ഈ ബേസിൻ്റെ എല്ലാം കഴുകി വയ്ക്കുന്നത്. കഴുകി കമഴ്ത്തി വെച്ച് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ തോർന്ന് നല്ല ഉണങ്ങിയിരിക്കും. പിന്നെ അതിനടുത്ത് കമ്പോർഡിൻ്റെ അകത്ത് വെച്ചാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് ഞാനും ദേവുട്ടിയും കൂടെ കേശുവിനെ വിളിക്കാൻ വേണ്ടി പോകുന്നതാണ്. കേശുവിന് എക്സാം ആയിരുന്നു കേട്ടോ, ടെസ്റ്റ് പേപ്പർ ആയിരുന്നു ട്യൂഷൻ ക്ലാസ്സിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ പോയി മോനെ വിളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഞാൻ കുറച്ചൊക്കെ എടുത്ത് ഞാൻ മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡിൽ വിരിച്ചിരുന്ന ഷീറ്റും കൂടെ എടുത്തു. എന്നിട്ട് ആ ബെഡിൻ്റെ പുറം മൊത്തം നല്ലവണ്ണം ഒന്ന് തട്ടിക്കുടയുകയാണ്. ഇത്രയും ഷീറ്റുകൾ എനിക്കിന്ന് കഴുകാനുണ്ട്. ഞാൻ പുറത്തിട്ടാണ് കഴുകുന്നത്. എല്ലാം പുറത്തൊന്ന് കൊണ്ട് ഇട്ടിട്ട് ഞാൻ ഇവിടെ വീടിൻ്റെ അകമൊക്കെ ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് അവിടെ ബാക്കി മാവ് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി അതിനെ എടുത്ത് ഒന്ന് ഫ്രിഡ്ജിനകത്തോട്ട് ഒന്ന് വയ്ക്കണം. ഞാൻ കൈകൊണ്ട് തന്നെയാണ് മാവ് നീക്കിയിടുന്നത്. കാരണം ഈ കലത്തിൻ്റെ ആ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ, അപ്പോൾ എല്ലാം നമ്മൾ തവി കൊണ്ട് എടുത്താൽ എല്ലാം വരില്ല. അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് അത് എടുത്ത് ഇട്ടത് ഇതിൻ്റെ അകത്തോട്ട്. പിന്നെ ഇനി മാവെടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എടുത്തിട്ട് ബെഡ്ഷീറ്റൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഇവിടെ സ്ലാബിൻ്റെ പുറമൊക്കെ നല്ലവണ്ണം ഒന്ന് തുടച്ച് പാത്രമൊക്കെ ഒതുക്കി അതിൻ്റെ അകത്തോട്ട് കഴുകി അങ്ങനെ വെച്ചിട്ടുണ്ട്.
കിച്ചണൊന്ന് ഒതുക്കി കഴിയുമ്പോൾ തന്നെ നല്ലൊരു സമാധാനമാണ് കേട്ടോ. ദേവും കേശുവും കൂടെ അതാ ടി വിയും കണ്ടുകൊണ്ട് അതാ ദിവാങ്കോൻ്റെ പുറത്തങ്ങ് കിടക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ ഇനി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി തുടയ്ക്കലും കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ തുടച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ നീറ്റായി അങ്ങ് കിടക്കുമല്ലോ. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ മടി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും. ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ അങ്ങ് തുടർന്നങ്ങ് ചെയ്തോളും. പിന്നെ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് മടി എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ തുടച്ചിട്ട് ആ മോപ്പൊക്കെ കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാവിരുന്ന പാത്രം കൂടെ ഞാൻ കഴുകി ഇതാ ഉണക്കാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഷീറ്റൊക്കെ കഴുകിയിട്ടത് ഏകദേശമൊക്കെ ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരത്തെ കാര്യമാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു മസാല ദോശ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഉരുളക്കിഴങ്ങും ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ കൂടെ എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ വൈകുന്നേരം ഒരു ചായ കൂടി പതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാലൊഴിച്ച് ഇതാ അവിടെ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഇതാ അടുപ്പത്ത് വെച്ചു. പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 7 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ 7 എടുത്തിട്ടുള്ളത്. 2 സവാളയും എടുത്തിട്ടുണ്ട്. അതും കൂടെ അരിഞ്ഞെടുത്ത് 2 പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങെല്ലാം കൂടെ ഇതാ കുക്കറിലാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി അത് അവിടെ അടച്ച് വെച്ച് കൊടുത്ത് അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഇത് അവിടെ ചായ തിളച്ചിട്ടുണ്ട്. ചായ വാങ്ങി വെച്ചിട്ട് എനിക്കിനി സാമ്പാറും കൂടെ വെക്കണം. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേറൊരു പാത്രത്തിലായാണ് ഞാൻ വെച്ചത്. കാരണം ഇവിടെ എനിക്ക് 2 കുക്കർ ഉള്ളതിൽ ഒരെണ്ണം ചീത്തയായിരിക്കുകയാണ്. പിന്നെ ഇതിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുകയാണല്ലോ. കുറച്ച് കായും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കുക്കറിലേക്ക് വിസിലൊക്കെ കേട്ട് ഉരുളക്കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെന്ത് ഇരിക്കുന്ന നമ്മളെ ആ ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതെടുത്ത് തട്ടുന്നുണ്ട്. പക്ഷേ തട്ടിയപ്പോഴത്തേക്കും അത്ര വെന്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ തന്നെ അങ്ങ് വച്ചിരുന്നു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് മസാല ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറത്ത് കടകളിലേക്ക് പോകുമ്പോഴത്തേക്കും അങ്ങനെ മസാല ഇടൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. മസാല ഉരുളക്കിഴങ്ങ് വേവിച്ചല്ലേ ഇടുകയുള്ളൂ. പിന്നെ അപ്പുറത്ത് സാമ്പാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും നമ്മുടെ ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അത് സാമ്പാറും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതിന് ഇതിലേക്ക് കടുക് വറുത്തിടണം. കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ ദോശ വേവിച്ചെടുക്കണം. ദോശമാവ് കോരി ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ മസാല ഉരുളക്കിഴങ്ങിൻ്റെ മസാല എടുത്ത് നടുക്ക് വെച്ചതിന് ശേഷം 2 സൈഡും മടക്കി എടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനും മക്കളും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വേറെ ദോശകൾ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ലാസ്റ്റ് എനിക്കും കൂടെ ദോശ ചുട്ടിട്ട് ഞാൻ അതവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.